ഇത് മറ്റേ ഗുണാക്കേവില്ലേ അതുപോലെ സാധനം പിടിച്ചു പറിക്കാൻ നിൽക്കുക അമ്മാരങ്ങനെ വെള്ളം കുടിക്കണ്ട. ഞാൻ ആദ്യമൊക്കെ അവിടെ വെച്ച് പറഞ്ഞ ആ വ്യൂ ഇല്ലേ അത് മറന്നേക്കും കേട്ടോ. ഒന്നും ആയില്ല. ഇത് കാണുമ്പോൾ തന്നെ ചങ്കിടിക്കുന്നല്ലോ. ഈ കാടിനകത്തൂടെയാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകാൻ സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല. കാടൊന്നും അല്ല കേട്ടോ, പക്ഷേ കാടാട്. അമ്മാർ അവിടെയാണ് കയറിയിരിക്കുന്നത്. ഗുഹയുടെയൊക്കെ ഒരു അന്തരീക്ഷം. ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് കയറിയിട്ട് ഇതുപോലെ നിൽക്കുമ്പോൾ എவ்வளோ കഷ്ടപ്പാട് ഇരിക്കുന്നത് അപ്പോൾ താൻ തരും. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യമാണ്. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതേ രാമക്കൽമേട്, അതായത് ഒരു വലിയ പാറയുടെ മേളിൽ നിൽക്കുകയാണ്. എനിക്ക് മുന്നിൽ കാണുന്നില്ലേ തമിഴ്നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിലോട്ടൊക്കെ എത്തി നോക്കുന്ന പോലൊരു ഫീല്. അതായത് ഇതുണ്ടോ, അതാ കാണുന്ന ഫുള്ള് തമിഴ്നാടാണ്. കമ്പം, തേനി, ഡെണ്ടിക്കൽ, കരൂർ, അമ്മക്കൽ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. അതായത് ഒരു കടലിലോട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ നിരന്ന് കിടക്കുമോ തമിഴ്നാട്. അപ്പോൾ നമുക്ക് ദാ ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ നമുക്ക് പോകണം. അപ്പം അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ദാ അതാണ് രാമക്കൽമേട് സ്റ്റാച്ചു. അതായത് കുറുവനും കുറുവത്തിയുടെ സ്റ്റാച്ചു അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോകണം. അപ്പോൾ ഞാൻ അവിടെ വന്നാണ്. അവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ എന്തൊരു വ്യൂ ആണ്, എന്തൊരു അടിപൊളിയാണ്. അപ്പോഴത്തേക്ക് ഇതോ എനിക്ക് ബാക്കിൽ കാണുന്ന ഫുള്ള് തമിഴ്നാടാണ്. എന്ത് രസമല്ലേ, കൊള്ളാം, സൂപ്പർ വ്യൂ ആണ്. അപ്പം രാമക്കൽമേട് അതാണ് സ്റ്റാച്ചു, കുറുവനും കുറുവത്തിയും. അപ്പം നമുക്ക് അങ്ങോട്ട് വിടാം. ഞാനൊരു ചെറിയൊരു കാടിൻ്റെ അകത്തൂടെയാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകാൻ സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല. വഴി തപ്പി കണ്ടുപിടിക്കണം. അപ്പം ഇത് നമുക്ക് അവിടെ വന്നു കഴിയുമ്പോൾ ഇത് കാണാം. അപ്പം വഴി കിട്ടി. ഇതുണ്ടോ, ഇതൊരു ഇങ്ങോട്ടുള്ള വഴി അങ്ങനെ കറക്റ്റ് വഴി, അതായത് നമ്മൾ ഗെയിം കളിക്കുന്ന പോലാണ്. കറക്റ്റ് വഴിയാണ് വന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെന്ന് ചാടും. അതായത് ഒരു ഉൾക്കാട്ടിലൂടെയാണ് പോകുന്നത്. കാടും മലയൊക്കെ കയറി നമ്മൾ ഒരു നിരപ്പായ സ്ഥലത്ത് വന്നു. നമ്മൾ വന്ന എവിടെയാണോ രാമക്കൽമേട്. അപ്പോൾ എനിക്ക് മുന്നിൽ കാണുന്ന രാമക്കൽമേട് സ്റ്റാച്ചു ആണ്, കുറുവനും കുറുവത്തി. അപ്പോൾ നമുക്ക് ആദ്യമേ കുറുവനെയും കുറുവത്തിയും ഒന്ന് കാണാം. അപ്പം ഇടുക്കി വൈബ്സ്, ഇത് നമ്മളിപ്പം പോയ മിക്കയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസ്റ്റ് കേരള, ഇടുക്കി വൈബ്സ്. അപ്പം ഇതാണ് കുറുവനും കുറുവത്തിയും. അപ്പം ഈ സ്റ്റാച്ചു കാണാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാമക്കൽമേട് വരുന്നത്. പിന്നെ ഇവിടെ ജീപ്പ് റൈഡ് ഉണ്ട്. അത് പോകുന്നത് ഇതുകൊണ്ടോ, ആ മല കണ്ടോ, ആ മലയുടെ മേളിലാണ് ജീപ്പ് റൈഡ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് തമിഴ്നാട് കാണാൻ പറ്റും. അത് പക്ഷേ നമുക്കിത് ഇവിടെ പോയാലും കാണാൻ പറ്റും. നമുക്കവിടെ പോവാം. അതിന് മുമ്പായിട്ട് ഇതുണ്ടോ, കുറുവനും കുറുവത്തിയുടെ സ്റ്റാച്ചു. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റാച്ചു കേട്ടോ. ഒരു കുറുവനുണ്ട്, ഒരു കുറുവത്തിയുണ്ട്. കുറുവൻ്റെ കയ്യിലൊരു കോഴിയുണ്ട്, കുറുവത്തിയുടെ ഒരു മോനുണ്ട്. ഇത്രയും പേര് ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത്രയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ കേട്ടോ. ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്ത് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ മേളിലും കൂടെ നമുക്കൊന്ന് കയറാം. അത് എന്ത് സ്റ്റാച്ചു ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നൈസല്ലേ. അപ്പം അതിന് മേളിലൊന്ന് കയറാം. ഉമ്മേ സെറ്റപ്പ് ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മേളി വന്നു. കൊള്ളാം, നല്ല വ്യൂ ആണ്. അതായത് ഇത് കഴുകനാണ് കേട്ടോ. കഴുകൻ്റെ വായിലെന്തോ മീനിൻ്റെ എല്ലാണോ എന്നതാ പൂവോ എന്തോ ആണോ മരത്തിൻ്റെ തടിയോ എന്തോ ഉണ്ട്. ഇതാണ് വ്യൂ. നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ട പോലത്തെ വ്യൂ ഒക്കെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഇതാ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡാണേ. ഇവിടെ ഒരു ഗോപുരമുണ്ട്. ഇവിടെ അക്കാമലൊക്കെ മറ്റേ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. അതാണ് കുറുവനും കുറുവത്തിയും. നമുക്കിനി അവിടെയാണ് പോകേണ്ടത്. തമിഴ്നാടിൻ്റെ വ്യൂ ഉണ്ടോ,
എന്ത് രസമാണെന്ന് നോക്കി, ഇടുമല്ലേ ആ കാണുന്നത്. കൊള്ളാം, സൂപ്പർ. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ഇതില്ലേ എന്നായിരുന്നു, മായാവി കഥ വായിക്കുമ്പോൾ നമ്മൾ കുട്ടൂസൻ്റെയാണോ ഡാഗിനിയുടെ വീടാണോ, ആ വീടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് ഇതിന്, അതുപോലെ ഉണ്ട്. കിടുക. അപ്പം തമിഴ്നാട് നമുക്കിനി നേരെ അങ്ങോട്ട് വിട്ടാലോ? അങ്ങോട്ട് പോവാം അല്ലേ? പോവാം. അങ്ങനെ അവിടുന്ന് വെളിച്ചാടി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് അവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, കൊള്ളാം. അത് കുറുവനും കുറുത്തി. നമുക്ക് ഇവിടുന്നേ ഒരു പൈനാപ്പിൾ പീസ് ഒരെണ്ണം മേടിക്കാം. അക്ക ഒരു എവളോ അപ്പോൾ ഇവളൊത്തുക്കാ? ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ രാമക്കൽമേടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. ഞാൻ ഓർത്തില്ലേ ആ ഒരു ഒറ്റ പീസിന് 50 രൂപ, അത് ഞെട്ടിപ്പോയി. പക്ഷേങ്കിൽ ആ ആക്ക മലയാളിയാണ് കേട്ടോ. ഞാൻ സംസാരിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതേ അവിടെ ചെല്ലാം, ആ മലയുടെ മേളിൽ. അങ്ങനെ നമ്മൾ താഴെ വന്നു. ഇതാണ് രാമക്കൽമേട് ടൂറിസ്റ്റ് പ്രൊജക്റ്റ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷനുണ്ട്. പിന്നെ നമുക്കിത് ഇവിടുന്ന് ആ മലയുടെ മേളിലാണ് ചെല്ലണ്ടേ. പക്ഷേ നമ്മളിത് കാണുന്നത് പോലല്ല, നല്ല ദൂരമുണ്ട്, അത്യാവശ്യം നല്ല കയറ്റമാണ്. അപ്പം ഒരു ടാസ്ക് അതിന് മേളിൽ ചെല്ലുക എന്ന് പറയുന്നത്. എന്താണെങ്കിലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് മേളിൽ കയറുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഇത് കാടൊന്നും അല്ല കേട്ടോ, പക്ഷേ കാടാട്. ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചു. എന്നിട്ട് ഇതാ ഇത് നോക്കി കാണാം, അങ്ങ് മേളിൽ കണ്ടോ, അതേ ഇത് വെള്ളമില്ല, പറ്റത്തില്ല. നമ്മളെ കാണുന്ന പോലെയല്ല, നല്ല കയറ്റമാണ്. അവിടെ ചെല്ലുമ്പം തൊണ്ട പറ്റും. ഇവിടുന്ന് കയറ്റം തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞ പോലെ അഡ്വഞ്ചറായി പോയി കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, നല്ല വഴിയൊന്നുമല്ല. ഒരു നടപ്പ് പോവാതെ ഇതുണ്ടോ, അതായത് കുനിഞ്ഞ് കയറി ഉരുണ്ട് മറിഞ്ഞ് എൻ്റെ പൊന്നു പുറത്തൊക്കെ കമ്പുള്ളൂ. ഒപ്പച്ചി പണിയാണ് മോനെ. വല്ല പുലിയോ കടുവായോ വന്നാൽ പോലും അറിയത്തില്ല, അതാണ് വേറെ രസം. കൺഫ്യൂഷനായല്ലോ, കണ്ടോ കുരങ്ങച്ചാരിക്കുന്നത്. അയ്യോ എഴുതിട്ട് പോയോ, ഇതുവഴി പോവാം. ഇതുണ്ടോ ഫുള്ള് കുരങ്ങന്മാർ. എണ്ണാ ഇത് ഇതുള്ളടാ, ഇനി വേറെ ഒന്നും ഇല്ലടാ. എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാടാ ഞാൻ ഈ വെള്ളം നിനക്ക് തന്നാലേ ഞാൻ പെട്ടുകൂടാ. ഞാൻ കുഴക്കന് കൊടുത്തില്ല. അപ്പുറത്തെ വഴി കൂടെ പോയാൽ അമ്മാർ പിടിച്ചു പറിക്കാൻ നിൽക്കുമോ. അമ്മാരങ്ങനെ വെള്ളം കുടിക്കണ്ട, പാവം. അയ്യോ റിസ്ക്കാണ് മോനെ, റിസ്ക്കാണ്. ഒന്നും ആയില്ല. നമ്മളത് അവിടെ നിന്നാ വന്നേ. കുറച്ച് വിശ്രമിക്കാമല്ലേ. എൻ്റെ മോനെ അങ്ങനെ മുക്കാ ഭാഗം എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കുത്ത് മലയും കൂടെ ഉണ്ട്. ഇതുകൂടെ കയറിയാലേ നമുക്ക് എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. മടുത്തു, കുറച്ചൊക്കെ ഒന്ന് വിശ്രമിക്കും. എൻ്റെ പൊന്നോ ഈ താഴോട്ട് നോക്കി, ഇത് നേരെ കാണുന്നത് കൊക്കയാണ്, അത് തമിഴ്നാട്. നമ്മളത് അവിടെ നിന്നാണ് വന്നേ. ഇനി ഈ മല
ഇത് കാണുമ്പം തന്നെ ചങ്കിടിക്കുന്നല്ലോ. നമുക്കൊന്ന് കയറാം. ഇത്രയും വന്ന സ്ഥിതിക്ക് കയറിയില്ലെങ്കിൽ അങ്ങനെ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഉണ്ടോ ഒരു കൊക്കയാണ് ഇത്. കൊക്കയെന്നാണോ, കൊക്കയ്ക്ക് വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതാണോ എന്നും അറിയത്തില്ല. കുത്ത് ഇറങ്ങുന്നോ, നേരെ കുത്ത് താഴോട്ട് തമിഴ്നാടാണ്. അയ്യോ, അവിടെയാണ് കയറിയിരിക്കുന്നത്. നമുക്കവിടെയാണ് ചെല്ലേണ്ടത്. ഇതുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്, ഡേഞ്ചർ വഴിയാണ്. ഇതുകൊണ്ട് ഇത് ഇറങ്ങി വരുന്നുണ്ട് മാര്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മേളിൽ ചെല്ലണം. ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ചുമ്മാ സിമ്പിളായിട്ട് കാണരുത്. മേളിൽ ചെല്ലുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ് മോനെ. മടുത്ത് നിൽക്കുക. ഞാനും മടുത്ത് ഉപ്പാട് തെറ്റി നിൽക്കുക. ഞാൻ വന്നത് ആ സ്റ്റാച്ചുവിൻ്റെ അവിടുന്ന് നടന്ന് ഇവിടെ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു പണിയാണ്. ഇനിയിപ്പോൾ ഇത്രയും കൂടെ കയറാറുണ്ട്. മോനെ അണച്ചോന്ന് ചോദിച്ചാൽ അണച്ചു, മടുത്തോന്ന് ചോദിച്ചാൽ മടുത്തു. പക്ഷേ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഏത് വഴിയാണെന്ന് പോലും അറിയത്തില്ല. വഴി നമ്മൾ വെട്ടിപ്പോണം. അതാണ് എൻ്റെ ഒരു റിസ്ക്. അയ്യോ, അങ്ങനെ നമ്മളെ ഇപ്പോൾ ഇതിൻ്റെ മേളിലൊരു പാറയുണ്ട്. അതാണ് നമ്മൾ താഴെ നിന്ന് കണ്ടേ. അപ്പം ഇതൊരു ചെറിയൊരു ചുറ്റുവട്ടോ. ഇവിടുന്ന് അമ്മോ, അതായത് നമ്മൾ 60 ഡിഗ്രി 80 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 90 ഡിഗ്രിയിൽ താഴ്ചയിലൊരു കൊക്ക. താഴെ പോയാൽ തീർന്നു വിട്ടാൽ മതി. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധൻ്റെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു ഗുഹയുടെയൊക്കെ ഒരു അന്തരീക്ഷം. അവിടെ ഒരു വലിയൊരു വേരുണ്ട്. വേരി മാറി കിടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ഗുഹ പോലെയാണ്. അതിൻ്റെ മേളിൽ ആൾക്കാർ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ പൊന്നോ, എന്ത് രസമാണ് നോക്കി. അയ്യോ, പിന്നെ ഇവിടെ ഒരു പാറയുണ്ട്. ഇതുവഴി അങ്ങോട്ട് പോകണം. ദൈവമേ, താഴോട്ട് നോക്കിയത് എന്തോ കൊക്കയാണ് നോക്കി. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പൊടിക്ക് കാണാൻ തന്നെ മറ്റേ കൊക്കയില്ലേ, ആ സാധനം. അമ്മു, ഇത് മറ്റേ ഗുണാഗേവില്ലേ, അതുപോലെ സാധനം. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ പറയുന്നത് കൊണ്ടോ, അതുകൊണ്ടോ നിങ്ങൾ അതിൻ്റെ പകുതിയുള്ളൂ. ഈ കാല് വെക്കാൻ മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. പണി പാളും. ഇതുകൊണ്ടോ എൻ്റെ ദൈവമേ, ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ പാറയുടെ ഇവിടുന്ന് അയ്യോ, ആ കാണുന്ന ഒരു അമ്പലമാണേ. എൻ്റെ പൊന്നോ,
എന്തോ രസമെന്ന് നോക്കിയേ. ഇതാണ് വ്യൂ. എൻ്റെ പൊന്നു, ഞാൻ ആദ്യമേയൊക്കെ അവിടെ വെച്ച് പറഞ്ഞ ആ വ്യൂ ഇല്ലേ, അത് മറന്നേക്കും കേട്ടോ. അതെല്ലാം ഞാൻ വിട്ടു. ഇതാണ് വ്യൂ. നമ്മൾ അത്രയും മാറി നിന്നാണ് അതെല്ലാം കണ്ടത്. ഇത് നമ്മളൊരു പ്ലെയിനെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് അതിൻ്റെ മുമ്പിലത്തെ മോനയില്ലേ അവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ അവിടെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒയ്യേ, ഞാൻ ഇത്രയും മാറി നിൽക്കുന്നു കേട്ടോ. എനിക്ക് അത്രയും അങ്ങോട്ട് അടുത്ത് പോകാൻ പേടിയാണ്. കാരണം ഇത് വേറെ ഒന്നുമില്ല. ഈ സൈഡിൽ നേരെ ഫുള്ള് തമിഴ്നാട്. ഇതിൽ കൂടുതൽ ഈ തമിഴ്നാട് കാണാനില്ല. പക്ഷേ നമ്മളിപ്പോഴും കേരളത്തിൽ കിടന്ന് കളിക്കുന്നത്, തമിഴ്നാട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങണം. ഇത്രയും കൈത്തുമ്പത്ത് കിടക്കുന്ന നിന്നെ കാണാൻ ഞാൻ വരൂടാ ഒരു നാൾ. കണ്ടില്ലേ? ശരിയോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടോ അച്ഛമ്മ നിൽക്കുന്നതാണ്, അതിൻ്റെ മേളിൽ കയറണം. ഇനി ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം ഇത് റിസ്ക്കാണെന്ന് തോന്നുന്നു. ഇത് എന്നിട്ട് വേറൊരു വ്യൂ. ഇതൊക്കെ റിസ്കി ഷോട്ടുകളാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോഴേ, ഇവിടെ വന്ന് ഇത് കാണുമ്പം അല്ലെങ്കിൽ ഇവിടെ വന്ന് കയറിയിട്ട് ഇതുപോലെ നിൽക്കുമ്പോൾ എവ്വളോ കഷ്ടപ്പാട് ഇരിക്കുന്നത് അപ്പം താൻ തരും. എൻ്റെ അമ്മോ, ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഇരിക്കാം. അതുകൊണ്ട് നമ്മുടെ മെയിൻ റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ പോകുന്നത് ഇങ്ങനെ പോകുന്നുണ്ടോ? കൊള്ളാം. ഇതിലും വ്യൂ ആവാം. അത് തന്നെയാണ്. അവിടെ കയറാം. ഇവിടെ വരെ സീനില്ലാതെ വന്നു. ഇതിപ്പോൾ എങ്ങനെ കയറുമെന്നുള്ള അങ്ങനെ എത്തി ഇവിടെ. അവനാ കാണിച്ചതില്ലേ എന്തോരം ഹൈറ്റ് ചെയ്യുന്നില്ലാന്നറിയോ? അതായത് തമിഴ്നാട്. നമ്മളെ അവിടെയാണ് നിന്നേ. കിട്ടു വ്യൂ അല്ലേ? അതായത് കമ്പം, തേനി, ഡെണ്ടിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാം. കൊള്ളാല്ലേ? ഈ താഴെ കാണുന്നതാണ് തമിഴ്നാട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യമാണ് എൻ്റെ പൊന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.